വെൽക്കം ടു നിഷ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് ഒരു DIY ബർത്ത്ഡേ ഡെക്കറേഷൻ ആണ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു പ്രൊഫഷണൽ ലുക്കൊന്നും അല്ലായിരിക്കും, ട്രയൽ ആൻഡ് എറർ വെച്ച് ചെയ്തതാട്ടോ. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഞങ്ങൾ ഗ്രേസിന്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ പാർട്ടി വെക്കാറുണ്ട്. ഇപ്രാവശ്യം കൊറോണയൊക്കെ കാരണം കൊണ്ട് പാർട്ടി ഒന്നുമില്ല. ഗ്രേസിന് വീട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇനിയിപ്പോ ടേബിൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിലാണ്. ഇവിടെ കർട്ടൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ കർട്ടൻസ് ഫസ്റ്റ് പിടിപ്പിക്കാൻ പോവാണ്. ഇതിപ്പോ ഒരു എംപ്റ്റി ഏരിയ ആണ്. അപ്പൊ ഇവിടെ കർട്ടൻസ് ഫസ്റ്റ് പിടിപ്പിക്കും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരു ജനലയുടെ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും അറേഞ്ച് ചെയ്യാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ കർട്ടൻസ് പിടിപ്പിച്ചിട്ട് കാണിക്കാം. ഇവിടെ ഞാനൊരു വൈറ്റ് കർട്ടൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ ചെറുതായിട്ട് ആണി തറച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി കർട്ടനുള്ള ഭാഗമാണെങ്കിൽ പിന്നെ അവിടുത്തെ ക്ലോത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ തീമിനനുസരിച്ചുള്ള കർട്ടൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പിന്നെ ബാക്ക് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ കർട്ടൻ റോഡ് പിടിപ്പിക്കുന്നില്ല, ജസ്റ്റ് പല ഭാഗത്തായിട്ട് ആണി തറച്ച് ചെറിയൊരു ആണി തറച്ച് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇവര് ഒരു മെഷീന് ബലൂൺ പമ്പ് മെഷീൻ. അപ്പം ഇപ്പോഴത്തെ ബലൂൺ അപ്പൊ ഇവിടെ നമ്മളൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ടേബിൾ ആണ്. പിന്നെ ഇനി ബലൂൺസ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു ബലൂൺ വീർപ്പിക്കുന്ന ഒരു പമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഈസി ആട്ടോ. ബലൂൺസ് രണ്ടും ഈ നോസിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഈ ബലൂൺസ് എല്ലാം വീർപ്പിക്കാണ്. എന്നിട്ട് പിന്നെ കെട്ടിയ ഇതാണ് രാജ. അപ്പം അജൻക്ക് ചാനലില്ല. രണ്ട് ഇതിലും നമുക്ക് ബലൂൺ വീർപ്പിക്കാൻ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് 100 ബലൂൺസ് വീർപ്പിച്ചു കഴിഞ്ഞു. 100 ബലൂൺസ്. ഇപ്പൊ ഇതുള്ള കാരണം കൊണ്ട് ബലൂൺസ് വീർപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്. ഓൺലി ടൈ ചെയ്യാൻ മാത്രം പാടുണ്ടായിരുന്നു. കണ്ടോ, ബലൂൺ ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് കോർത്തേക്കാണ്. അപ്പൊ അത് കോർക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. ഓരോ ബലൂൺ ഓരോ ഹോളില്, ഓരോ ബലൂൺ ഓരോ ഹോളിലേക്ക് വെക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചെയിൻ പോലെ വരും. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഒരു ഗോൾഡൻ ആണ് ഗ്രേസ്. കണ്ടോ, ഇപ്പൊ ഈ ഗോൾഡൻ കളറിന്റെ ഈ നോട്ട് ഉണ്ടല്ലോ, ആ നോട്ട് ഈ ഹോളിന്റെ ഉള്ളിലേക്ക് ഇടാം. ഇതിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഇത് അവിടെ ഫിറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ അങ്ങനെ നമ്മളെല്ലാം വെച്ചിട്ട് ഒരു വലിയൊരു ചെയിൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇതില് ബലൂൺസ് വെക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലെ വേറെ വേറെ കളേഴ്സ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോ ഏകദേശം ഒരു 15 ഫീറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ബലൂൺ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഒരു എൻഡിൽ, ഞാനിവിടെ കർട്ടൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് പിടിപ്പിക്കുന്നത്, ഫസ്റ്റ് എൻഡ്. അപ്പോൾ ആ എൻഡിൽ നമ്മുടെ താഴേന്ന് ബലൂൺസ് പോകണം. എന്നിട്ട് അതിന് ഹൈറ്റിനനുസരിച്ചിട്ട് ആദ്യത്തെ ആണിയിൽ
ആ ബലൂണ് കോർത്ത ആ സ്ട്രിങ് ഉണ്ടല്ലോ, അതിൽ കൂടെ വേറൊരു സ്ട്രിങ് ഇട്ട് ടൈ ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. എൻഡിലും ഒന്ന് നന്നായിട്ട് ടൈ ചെയ്യണം. ഇപ്പം ഇതൊരു എൽ ഷേപ്പ് മാതിരിയാണ് വരുന്നത് കേട്ടോ. മറ്റേ എൻഡിൽ ഒരു ലൈറ്റാണുള്ളത്. അപ്പോൾ അത് കുറച്ച് എംപ്റ്റി ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ലൈറ്റിൻ്റെ ആ പോസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ബലൂൺ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മറ്റേ സ്ട്രിങ് മേടിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്. അതിൻ്റെ കൂടെ വന്നതാണ് ഒരു സർക്കുലർ ഷേപ്പിലുള്ള വേറൊരു ബലൂൺ ടൈ ചെയ്യാനുള്ള ഒരു പ്ലാസ്റ്റിക് ഐറ്റം. അപ്പോൾ അതിൻ്റെ ഓരോ ഹോളിലും നമ്മൾ ബലൂൺ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്ലവർ മാതിരി ബലൂണിൻ്റെ ഷേപ്പിൽ വരും. അതാണ് ഞാൻ ഈ ലൈറ്റുമ്മേ പിടിപ്പിക്കുന്നത്. ടൈ ഒന്നും ചെയ്യണ്ട, വെറുതെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി, അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അങ്ങനെ 2-3 സെറ്റ് ഉണ്ടാക്കി. പിന്നെ മുകളിലായിട്ട് ഗ്രേസിൻ്റെ പേരുണ്ടായിരുന്ന ഒരു ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ G മുകളിൽ തൂക്കിയിട്ടു. ഇത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എഴുതിയേക്കുന്ന ലെറ്ററാണ് വീർപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ട്യൂബ് ഉണ്ട്, അത് ഇതിലേക്ക് വെച്ച്. If you don't find this, you get it from Michael. So if you don't get this straw with it, just buy little straws. ഇതിലേക്ക് ഈ ട്യൂബ് ഇങ്ങനെ കടത്തി വെച്ചിട്ട് ഈ പമ്പിലേക്ക് വെച്ചാൽ മതി. കണ്ടോ? ഇനി എടുക്ക HA എടുക്ക. Yeah, here's the A. This is A. No, this is A. 2 A ഉണ്ടാവും. For the happy. See up from C. പിന്നെ ഗ്രേസിൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഒരു LED ലൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എന്ത് വേഗമല്ലേ കുട്ടികൾ വളരുന്നത്. ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഗ്രേസ് 1 വർഷം മുമ്പ് ഇതിൽ ഇങ്ങനെ ഇരുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം ഗ്രേസിന് 1 ഇയർ താഴെയാണെന്ന് തോന്നുന്നു. ആ ഏജിലുണ്ടായിരുന്ന ഫോട്ടോസാണ് ഇതെല്ലാം. ഇപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര രസം. ടേബിളിൽ ഞാനൊരു പീച്ച് റോസ് കളർ, ആ ഒരു ഇടയിലുള്ളൊരു കളർ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ടേബിള് ഫ്രണ്ടിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വിടർത്തിയിട്ടു. പിന്നെ കേക്ക് ഉണ്ടാക്കിയിട്ടോ. ഗ്രേസിന് വേണ്ടിയിരുന്നത് ഒരു പ്രിൻസസ് കേക്കായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ബേക്ക് ചെയ്ത കേക്കാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു ചോക്ക് ബോർഡ് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഗ്രേസിൻ്റെ പേരും ഏജും ഡേറ്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. എനിക്ക് കുറച്ചുകൂടി ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ടൈമില്ല.
ഇവിടെ ഈ ബോർഡ് വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ. അത് ഞാൻ ഇവിടെ ചാടി വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ വേസിന്റെ ഫ്രണ്ടിലാണ്. പിന്നെ ക്യാൻഡില്, ഈ ക്യാൻഡില് ഗ്രേസ് ജനിച്ചപ്പോൾ ഒരു ആന്റി തന്ന ഗിഫ്റ്റ് തന്നതാണ്. ഇതിപ്പോ ഇവിടെ എഴുതി കഴിഞ്ഞാൽ 21 years വരെ കത്തിക്കാനുള്ള ക്യാൻഡിലുണ്ട്. എനിക്കൊന്നും അതിൽ കൂടുതൽ കത്തിക്കാം, കാരണം ഞങ്ങളുടെ 1 പോലും എത്തിയിട്ടില്ല. ഓരോ ഇയറിനും ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഈ ക്യാൻഡിലിൽ. പിന്നെ ഈ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, സ്റ്റേ സേഫ്, താങ്ക് യു ഫോർ വാച്ചിങ്.